എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 നിലവിൽ വന്ന LGS കോഴിക്കോടിൻ്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന റൊട്ടേഷൻ ചാർട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഇന്ന് ഓഗസ്റ്റ് 10, 2025. ഇന്ന് വരെ നിലവിൽ വന്നിട്ടുള്ള അഡ്വൈസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 26/7/2025 അഡ്വൈസ് പ്രകാരം മൊത്തത്തിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 734 പേർക്കാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 734 പേർക്കാണ് മൊത്തത്തിൽ അഡ്വൈസ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ മെയിലിന് 640 ഫീമെയിലിന് 637 വരെയാണ് പോയിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും. അതുപോലെ കഴിഞ്ഞ റാങ്ക് ഏറ്റവും അവസാനം പോയിട്ടുള്ള അഡ്വൈസിൽ 26/7 പോയിട്ടുള്ള അഡ്വൈസിൽ മൊത്തത്തിൽ 40 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അത് 4 NJDയും 36 ഫ്രഷ് അഡ്വൈസുമാണ്. അതിൻ്റെ അവസാനത്തെ നില പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ 89 OC ആണ് ടേൺ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രകാരം പുതിയ റൊട്ടേഷൻ വരുന്നത് 90 ആയിരിക്കും അടുത്ത ടേൺ പോകാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് മറ്റേതെങ്കിലും അഡ്വൈസുകൾ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് റൊട്ടേഷന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് പ്രകാരം 13 TPOകളാണ് പെൻഡിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ TPOകളായിരിക്കും ആദ്യമായി അഡ്വൈസ് പോവുക. ഈ TPOകൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും അഡ്വൈസ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും അഡ്വൈസുകൾ എടുക്കുക. LGS കോഴിക്കോടിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 535/2023. അതിൽ ഒന്നാം റാങ്ക് ജയമോഹൻ എന്നുള്ള ഒരാൾക്കാണ് ഒന്നാം റാങ്ക് പോയിരിക്കുന്നത്. അതുപോലെ ഈ റാങ്ക് ലിസ്റ്റിൽ മൊത്തത്തിൽ 689 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 712 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 43 പേരടക്കം 1444 പേരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. DA കാറ്റഗറി പരിശോധിച്ചു കഴിഞ്ഞാൽ DA ഇപ്രാവശ്യം 4% റിസർവേഷൻ ഉള്ളത്. 1% DA LV ലോ വിഷനും 1% ഡെഫ് ആൻഡ് ഹാർഡ് ഹിയറിംഗ് അതായത് HI-ക്കും അതുപോലെ DA LD അതായത് ലോക്കോമോട്ടർ ഡിസബിലിറ്റിക്കും 1% മൾട്ടിപ്പിൾ ഡിസബിലിറ്റി അതായത് DA M-നുമാണ് പോകുക. അങ്ങനെ മൊത്തത്തിൽ 4% DA കാറ്റഗറിക്ക് റിസർവേഷൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് പരിശോധിക്കാം. റൊട്ടേഷൻ ചാർട്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ TPO ഉണ്ടായിരുന്ന 13 പോയി കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ റൊട്ടേഷൻ സ്റ്റാർട്ട് ആവുക. 64 SC, 66 മുസ്ലിം, 68 ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ TPO ആണ്. അതുപോലെ 89 കഴിഞ്ഞ പ്രാവശ്യത്തെ റൊട്ടേഷൻ സ്റ്റാർട്ട് എൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 90-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 90 റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ റിസർവേഷൻ TPO കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് 90 ഓപ്പൺ കാറ്റഗറിയിൽ 91 സ്റ്റാർട്ട് ആവുക. ഈ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ റൊട്ടേഷൻ ചാർട്ടിൽ ഒന്നാമതായി കാണിച്ചിരിക്കുന്നത് റാങ്ക് അതായത് റൊട്ടേഷൻ പ്രകാരമുള്ള റാങ്കാണ്. രണ്ടാമത് ഏത് റൊട്ടേഷൻ പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതും മൂന്നാമത്തെ കോളത്തിൽ മെയിൻ ലിസ്റ്റിൽ നിന്നാണോ സപ്ലി ലിസ്റ്റിൽ നിന്നാണോ എന്നാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സപ്ലി ആണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക കളർ കോഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ റൊട്ടേഷനിൽ DA കാറ്റഗറിയിൽ നിന്നാണ് റിസർവേഷൻ എങ്കിൽ അത് പ്രത്യേകമായി കാണിച്ചിട്ടുണ്ട്. DA ടേണുകൾ നമ്മൾ പ്രത്യേകമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിങ്ങളുടെ റാങ്ക്. ഇത് ഏത് കാസ്റ്റാണ് അവരുടെ എന്നുള്ളതാണ്. റാങ്ക് ലിസ്റ്റ് പ്രകാരം അവരുടെ കാസ്റ്റ് ഏതാണ് എന്നുള്ളതും ഇതവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അതിനകത്തുള്ള സീരിയൽ നമ്പർ എന്നിവയാണ്. ഇനി നമുക്ക് റൊട്ടേഷൻ ഓരോന്നായിട്ട് നോക്കാം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇനിയും അഡ്വൈസുകൾ പോകാനുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. റിസർവേഷൻ കുറഞ്ഞ കാറ്റഗറികൾക്ക് ചിലപ്പോൾ കൂടുതൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അത്രത്തോളം മാറ്റം വരാൻ സാധ്യതയില്ല. അതുപോലെ എത്രത്തോളം DA പെൻഡിങ് DA M അതായത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിൽ അധികം പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പോയതിന് ശേഷം മാത്രമേ
ഈ ലിസ്റ്റിൽ നിന്നും ആൾക്കാരെ എടുക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ ലിസ്റ്റിൽ DA മൾട്ടിപ്പിൾ ഡിസേബിലിറ്റിക്കാർക്ക് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് റിസർവേഷനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് മൾട്ടിപ്പിൾ ഡിസേബിലിറ്റിക്കുള്ള റിസർവേഷൻ്റെ ഓർഡർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ടേണുകൾ അവർക്ക് പെൻഡിങ് ആയി വെച്ചുകൊണ്ട് ചിലപ്പോൾ ആദ്യം വരുന്ന അഡ്വൈസുകൾ DAMന് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് അഡ്വൈസ് ലിസ്റ്റിൽ PSCൻ്റെ സൈറ്റിൽ കൃത്യമായിട്ട് എത്രത്തോളം ടേണുകൾ ഉണ്ട് എന്നുള്ളത് കാണിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അവർക്ക് റൊട്ടേഷനിൽ അവരുടെ തുടക്കത്തിൽ അവർക്കുള്ള ടേണുകൾ കാണിക്കാതിരിക്കുന്നത്. ഈ റൊട്ടേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ റൊട്ടേഷനിൽ മാറ്റം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ഫീമെയിൽ കാറ്റഗറിക്കാർക്കോ മെയിൽ കാറ്റഗറിക്കാർക്കോ റിസർവ് ചെയ്തിട്ടുള്ള ചില ഒഴിവുകൾ വരുമ്പോൾ അടുത്ത ടേൺ അവരുടേതല്ലെങ്കിൽ അവരെ മാറ്റിവെച്ചുകൊണ്ട് തൊട്ടടുത്ത മെയിൽ കാറ്റഗറിക്കോ ഫീമെയിൽ കാറ്റഗറിക്കോ കൊടുക്കുന്നതാണ്. ഇതൊരു സാമ്പിൾ റൊട്ടേഷൻ ചാർട്ടാണ്. ഏകദേശം 80% റൊട്ടേഷൻ ശരിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് മനസ്സിലാവാൻ ഇത് ഉപകാരപ്പെടും. ഏത് രീതിയിലാണ് റൊട്ടേഷൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നതിന് ഇത് ഉപകാരപ്പെടും. മെയിൻ ലിസ്റ്റിലുള്ള 689 പേർക്കും അഡ്വൈസ് പോകണമെങ്കിൽ ഏകദേശം 815 ഒഴിവുകൾ വരേണ്ടിയിരിക്കുന്നു. 815 ഒഴിവുകൾ വരികയാണെങ്കിൽ ആണ് 689 ആൾക്കും അഡ്വൈസ് പോവുക. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരും. കാരണം പല ടേണുകളും പല വേക്കൻസികളും മെയിലിന് വേണ്ടി മാത്രമുള്ള വേക്കൻസികൾ ഉണ്ടാകും, അതുപോലെ ഫീമെയിലിന് വേണ്ടി മാത്രമുള്ള വേക്കൻസികൾ ഉണ്ടാകും. ആ സമയത്ത് ഈ റൊട്ടേഷനുകൾ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും.